The Mother School, വൈപ്പിരിയം കാങ്കോൽ PO പയ്യന്നൂർ കണ്ണൂർ. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ഓഫീസ് 04985 217900 8547 333806 and 95627 86670. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC മെമ്പർ അമൃത രാമകൃഷ്ണൻ. ചെറുപുഴ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ചെറുപുഴ സപ്ലൈകോയിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അമൃത രാമകൃഷ്ണൻ. കാലിക്കലങ്ങളുമേന്തിയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വിലക്കയറ്റത്തിലും സപ്ലൈകോയിലെ അവശ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവിലും പ്രതിഷേധിച്ച് കാലിക്കലങ്ങളുമേന്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ചെറുപുഴ സപ്ലൈകോയിലേക്ക് മാർച്ച് നടത്തി. ചെറുപുഴ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് KPCC മെമ്പർ അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പണം അനുവദിക്കാത്തതിനാൽ അധ്യാപകർ പോലും കടക്കണിയിലാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അമൃത രാമകൃഷ്ണൻ പറഞ്ഞു. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്ലൈകോ, ഹോർട്ടികോർപ്പ്, കൺസ്യൂമർ ഫെഡ് എന്നിങ്ങനെയുള്ള പൊതുവിതരണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. സാധാരണ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സപ്ലൈകോവിനെയും മാവേലി സ്റ്റോറിനെയും ഒക്കെയാണ്. എന്നാൽ ഇന്ന് സപ്ലൈകോ കാലിയായി കിടക്കുകയാണ്. 13 അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് അവർ മുന്നേ പറഞ്ഞ ആ വാക്കും അവർ പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഈ 13 അവശ്യ സാധനങ്ങൾക്കുള്ള സബ്സിഡി അവർ പിൻവലിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഈ നടപടി. എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ പോകുന്നത്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. പക്ഷെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് നമ്മുടെ മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സപ്ലൈകോവിന് ഈ ഗവൺമെന്റ് വലിയ തുകയാണ് കൊടുക്കേണ്ടത്. ബജറ്റിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ തുകയുടെ പകുതി തുക പോലും സപ്ലൈകോക്ക് ഇവർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി സാധനങ്ങൾ എത്തിക്കാൻ കരാറുകാർ തയ്യാറാവുന്നില്ല. കൃത്യമായി ടെൻഡർ നടപടികൾ ഒന്നും തന്നെ ഇവിടെ നടക്കാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. എത്രയോ കാലമായിട്ട് വിലക്കയറ്റം കാരണം ജനങ്ങൾ പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമ്പോ കേരളത്തിലെ സർക്കാർ ജനങ്ങളുടെ മേൽ അധിക ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും മേൽ 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ടാണ് ഇവർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യുതി നിരക്ക് 2 തവണയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വെള്ളക്കരം കൂട്ടിയിരിക്കുന്നു, ഭൂമിയുടെ ന്യായവില കൂട്ടിയിരിക്കുന്നു, ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീ കൂട്ടിയിരിക്കുന്നു. ഒരു സാധാരണക്കാരന് ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കാനോ ഒരു വീട് വെക്കാനോ ചിന്തിക്കാൻ പോലും ആവാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഒന്ന് കോടതിയിലേക്ക് കയറി ചെല്ലാൻ പോലും സാധാരണക്കാർ മടിക്കുന്ന ഒരു അവസ്ഥയാണ്. അത്രമാത്രം കോർട്ട് ഫീയും അവർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നിരന്തരമായി ഇങ്ങനെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ സർക്കാർ ജനങ്ങളെ ദുരിതത്തിൽ ആഴ്ത്തുമ്പോ ഒരു ഭാഗത്ത് ഇവർ പറയുന്നത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പൊ സപ്ലൈകോയിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല, ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള പണം പോലും ഈ സർക്കാരിന് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാരൊക്കെ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നും അവർ പിരിച്ചെടുത്തുകൊണ്ടും ഒക്കെ തന്നെ ടീച്ചർമാരും ഒക്കെ ചേർന്ന് പിരിച്ചെടുത്തുകൊണ്ടാണ് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് അവർ തുക കണ്ടെത്തുന്നത്. അങ്ങനെ കടത്തിലായിരിക്കുകയാണ് നമ്മുടെ അധ്യാപകരൊക്കെ തന്നെ. ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉഷ മുരളി അധ്യക്ഷത വഹിച്ചു. സബീന റഷീദ്, മിനി വേണുഗോപാൽ, ജോയ്സി ഷാജി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മക്കൾ നല്ല അച്ചടക്കവും ഉന്നത നിലവാരവുമുള്ള സ്കൂളിൽ പഠിക്കുക എന്നതാണ് ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹം. CBSE അഫിലിയേഷനുള്ള ദ മദർ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്.
ഏറ്റവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, പാഠ്യേതര വിഷയങ്ങളിൽ എന്നും ഒന്നാമത്, ഏറ്റവും മികച്ച സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ഹരിതാഭമായ ക്യാമ്പസ്, CCTV കവറേജ്, സാധാരണക്കാർക്കും താങ്ങാവുന്ന ഫീസ്, ക്യാൻറ്റീൻ സൗകര്യം, സുദൃഢമായ അധ്യാപക രക്ഷകർതൃ ബന്ധം, സ്കൂൾ ബസ് സൗകര്യം, LKG മുതൽ 10 വരെ ക്ലാസുകൾ, ഉന്നത വിജയ ശതമാനം, കാമ്പുള്ള വിദ്യാഭ്യാസത്തിന് കരുതലോടെയുള്ള പഠന രീതികളുമായി ദ മദർ സ്കൂൾ. LKG മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ദ മദർ സ്കൂൾ, വൈപ്പിരിയം, കാങ്കോൽ PO, പയ്യന്നൂർ, കണ്ണൂർ. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ഓഫീസ് 04985 217900, 8547 333806 and 95627 86670.